ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ വളരെയധികം ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു ചൊവ്വാഴ്ചയാണ്. ജ്യേഷ്ഠമാസത്തിലെ മംഗളവാർ എന്നറിയപ്പെടുന്ന ചൊവ്വാഴ്ച. ജ്യേഷ്ഠമാസം എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം വരും, എന്താണെന്നൊക്കെയുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ഒരു ചൊവ്വാഴ്ചകൾ, അതായത് ജ്യേഷ്ഠമാസത്തിൽ വരുന്ന 4 ചൊവ്വാഴ്ചകളിൽ നമ്മൾ ഭഗവാൻ ഹനുമാൻ സ്വാമിയെ പൂജിച്ചാൽ നമ്മുടെ നിസ്വാർത്ഥമായിട്ടുള്ള എന്തൊരാഗ്രഹവും ഭഗവാൻ നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും. വളരെ എളിയ വഴിപാടുകളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ജ്യേഷ്ഠമാസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് നാളെ സങ്കടഹര ചതുർത്ഥിയും 555 പോർട്ടലും ഓണാവുന്ന ദിവസമാണ്. നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന വളരെ പ്രധാനമായിട്ട് പച്ചരി കൊണ്ടുള്ള ഒരു പരിഹാരത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവരൊക്കെ അത് പോയി കണ്ട് അത് ചെയ്യാൻ ശ്രമിക്കണം. ജ്യേഷ്ഠമാസം നമ്മുടെ ഇന്ത്യൻ കലണ്ടർ പ്രകാരം ഇംഗ്ലീഷ് ആയിട്ടുള്ളതല്ല, അത് ജനുവരി ഫെബ്രുവരി എന്നുള്ളതല്ല, നമ്മുടെ മേടം, മിഥുനം, കർക്കിടകം, ചിങ്ങം അങ്ങനെ പറയുന്നത് പോലെ തന്നെ ഉള്ളതാണ് ഈ ഒരു ഇന്ത്യൻ കലണ്ടർ പ്രകാരം. ജ്യേഷ്ഠം, ആഷാഢം, വൈശാഖം അങ്ങനെയുള്ള മാസങ്ങളുണ്ട്. അതിലുള്ള ഒരു മാസമാണ് ജ്യേഷ്ഠമാസം എന്ന് പറയുന്നത്. ഈ ഒരു ജ്യേഷ്ഠമാസത്തിലെ ചൊവ്വാഴ്ചകളിലാണ് ഭഗവാൻ ശ്രീരാമസ്വാമിയെ ഹനുമാൻ സ്വാമി ആദ്യമായി കണ്ടുമുട്ടിയതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ വരുന്ന എല്ലാ ചൊവ്വാഴ്ചകളെയും ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ബഡാ മംഗൾവാർ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു ദിവസം നമ്മൾ നോൺ വെജൊക്കെ ഒഴിവാക്കി ഭഗവാൻ ഹനുമാൻ സ്വാമിയെ സ്മരിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ ഒരാഗ്രഹം ഭഗവാൻ സാധിച്ചു തരും. സാധാരണ എല്ലാ വർഷവും 4 അല്ലെങ്കിൽ 5 അതാണ് ജ്യേഷ്ഠമാസത്തിലെ ചൊവ്വാഴ്ചകളെങ്കിൽ ഈ വർഷം നമുക്ക് 8 ചൊവ്വാഴ്ചകളാണ് ലഭിക്കുന്നത്. കാരണം അധിക മാസം കൂടിയിട്ട് ഈ ഒരു 2026 വരുന്നുണ്ട്. 2026 12 മാസങ്ങൾക്ക് പകരം 13 മാസമാണ് വരുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യേഷ്ഠമാസം 60 ദിവസമാണ് ഉണ്ടാവുക. ഈ ജ്യേഷ്ഠമാസത്തിൽ വരുന്ന ഈ ബാക്കിയുള്ള 30 ദിവസത്തെ അധിക മാസം അല്ലെങ്കിൽ പുരുഷോത്തമ മാസം എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ചന്ദ്ര കലണ്ടറിൻ്റെയും സൗര കലണ്ടറിൻ്റെയും കണക്കുകൂട്ടലുകളിൽ തീയതികളിൽ ഒരു വ്യത്യാസം വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആദിക്യമാസത്തിൻ്റെ കാലഘട്ടം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്നതാണ് എക്സ്ട്രാ ആയിട്ടുള്ള ഈ ഒരു 30 ദിവസങ്ങൾ. അതാണ് അധിക മാസം. അപ്പം ഈ ഒരു ജ്യേഷ്ഠമാസം എന്ന് പറയുന്നത് സാധാരണ 30 ദിവസങ്ങളിലാണെങ്കിൽ ഈ ഒരു അധിക മാസം വരുമ്പം ജ്യേഷ്ഠമാസം എന്ന് പറയുന്നത് 60 ദിവസം ഉണ്ടാകും. വളരെ വളരെ പുണ്യമായിട്ടുള്ള പവിത്രമായിട്ടുള്ള മാസമാണ് അധിക മാസം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത്, അതായത് ഈ ഒരു അധിക മാസം വരുന്ന സമയത്ത് നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താൽ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ ബാധിക്കും. ഈ അധിക മാസത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അധിക മാസം തുടങ്ങുമ്പോഴിടാം. അധിക മാസം തുടങ്ങുന്നത് നമ്മുടെ വൈശാഖ മാസം തീർന്ന് അതിൻ്റെ പിറ്റേ ദിവസം മുതലാണ്. ഈ ഒരു അധിക മാസത്തിന് പറയുന്ന മറ്റൊരു പേരാണ് പുരുഷോത്തമ മാസം എന്ന് പറയുന്നത്. അതായത് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ഒരു അധിക മാസത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് തന്നെ. ഈ അധികമാസം ഈ 30 ദിവസങ്ങളിലും നമ്മൾ എത്രമാത്രം പുണ്യങ്ങൾ ചെയ്യുന്നു, എത്രമാത്രം മന്ത്രങ്ങൾ ചൊല്ലുന്നു, അതിൻ്റെ ഫലമെന്ന് പറയുന്നത് കോടിയായിരിക്കും. അപ്പം അത് ഞാൻ നിങ്ങളോട് പിന്നെ പറയാം. അപ്പം ഇപ്പം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബഡാ മംഗൾവാർ, ഈ വരുന്ന 8 ചൊവ്വാഴ്ചകളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം തന്നെ ആ 8 ചൊവ്വാഴ്ചകൾ ഏതൊക്കെയാണ്, അതായത് എന്നൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നാളെയാണ് ആദ്യത്തേത്, അതായത് മെയ് 5, മെയ് 12, മെയ് 19, മെയ് 26, ജൂൺ 2, ജൂൺ 9, ജൂൺ 16, ജൂൺ 23. ഇതാണ് നമ്മുടെ 8 ചൊവ്വാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിട്ട് ഇതിലേതെങ്കിലും 1 or 2 ചൊവ്വാഴ്ചകൾ മുടങ്ങിയേക്കാം. നിങ്ങളത് കണക്ക് കൂട്ടണ്ട. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നാളത്തെ ദിവസം നിങ്ങൾക്ക് എന്താണോ സാധിച്ചു കിട്ടേണ്ടത് ആ ഒരു ആഗ്രഹം, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതോ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്നതോ കാര്യങ്ങളൊന്നും ആയിരിക്കരുത്. ചിലർക്ക് ജോലിയാവാം, വിവാഹമാകാം, സമാധാനപരമായ ജീവിതമാകാം, വാഹനമാവാം, വീടാവാം, അങ്ങനെ എന്താണെങ്കിലും അത് നമ്മുടെ ശുദ്ധമായ മനസ്സോടുകൂടി നമ്മൾ
വ്രതമെടുത്ത് തുടങ്ങുക എന്നുള്ളതാണ്. അതായത് നാളെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ എന്ന് പറയുമ്പം ശ്രീരാമ പട്ടാഭിഷേക ഫോട്ടോ ഉണ്ടെങ്കിൽ അതിലെ ഹനുമാൻ സ്വാമി മതിയാവും. പ്രത്യേകമായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു മൺവിളക്ക് ദീപം ഹനുമാൻ സ്വാമിയാണെന്ന് സങ്കല്പിച്ച് കൊളുത്താം. അങ്ങനെയും ഞങ്ങൾക്ക് കൊളുത്താൻ സാധിക്കില്ലാത്തവർ നിങ്ങളുടെ നിലവിളക്ക് അത് 5 തിരിയിട്ട് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് കൊളുത്തി അത് സാക്ഷാൽ ഹനുമാൻ സ്വാമിയാണെന്ന് മനസ്സുകൊണ്ട് സ്മരിച്ച് നമ്മുടെ ഒരാഗ്രഹം ഹനുമാൻ സ്വാമിയോട് പറയുക. നിങ്ങളിപ്പം സാധിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് ആ ഒരാഗ്രഹം, സാധാരണ 8 ചൊവ്വാഴ്ചകളിൽ 8 ആഗ്രഹങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ 8 ആഴ്ചകളിലും ഓരോ ആഗ്രഹങ്ങളായിട്ട് ഈ രീതിയിൽ പറയാം. ഇപ്പോൾ വീട്, വാഹനം, ജോലി, വിവാഹം, കുട്ടികൾ, ഇതുപോലെയുള്ള ഇച്ചിരി വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഈ ഒരൊറ്റ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തി നമുക്ക് 8 ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കാം. അങ്ങനെ നമ്മൾ വ്രതമെടുത്തു. രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്കിത് പ്രാർത്ഥിക്കാവുന്നതാണ്. ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ ഒരു തേങ്ങ എടുക്കുക. തേങ്ങ എന്ന് പറയുമ്പം നല്ല ജടയുള്ള ഒരു തേങ്ങ ആയിരിക്കണം. ഞാൻ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു തേങ്ങ എടുത്ത് ഇതുപോലെ ചുമന്ന കളറിൽ നൂല് കൊണ്ട് 9 പ്രാവശ്യം ചുറ്റണം. ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞുകൊണ്ട് ചുറ്റി ആ തേങ്ങ നമ്മൾ ഒരു ചുമന്ന കളറിൽ റെഡ് കളർ ക്ലോത്ത്, പുതിയതാണ് ഏറ്റവും നല്ലത്, 1/2 മീറ്ററോ 1 മീറ്ററോ എത്രയാണോ നിങ്ങളെ കൊണ്ട് ഈ ഒരു തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് പൊതിയാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ചുമന്ന കളറിലെ ക്ലോത്ത് വാങ്ങിച്ച് അതിനുള്ളിലൂട്ടി തേങ്ങ വെക്കണം. ശേഷം നമ്മൾ 9 ഗ്രാമ്പൂ, നല്ല പൂവോട് കൂടിയ 9 ഗ്രാമ്പൂവും കൂടി എടുത്ത് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ച് അതും കൂടി ആ ഒരു റെഡ് കളർ ക്ലോത്തിൽ തേങ്ങയോടൊപ്പം വെച്ച് ഒരു കിഴിയായിട്ട് കെട്ടി വീട്ടിലുള്ള ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വിഗ്രഹം, നിങ്ങളിപ്പോൾ നിലവിളക്കാണ് കത്തിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനടുത്തായിട്ട് പ്രാർത്ഥനയോടുകൂടി വെക്കുക. ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഇത് ക്ഷേത്രത്തിൽ ഭഗവാൻ അടുത്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് ഇതിപ്പോൾ ഒറ്റയാഴ്ച നമ്മൾ 8 ചൊവ്വാഴ്ചകളുണ്ട്. ഏതെങ്കിലും ഒരേ ഒരു ചൊവ്വാഴ്ച നമ്മളിത് ചെയ്താൽ മതി. നാളെ തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇത് ചെയ്തതിന് ശേഷം അവിടെ ഇരുന്ന് രാമ എന്നുള്ള മന്ത്രം ഒരു 11 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഹനുമാൻ ചാലിസ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ സാധിക്കും. ഒരേ ഒരു പ്രാവശ്യമേ പറ്റുള്ളൂ എങ്കിൽ ഒരേ ഒരു പ്രാവശ്യം, 3 പ്രാവശ്യം, 5 പ്രാവശ്യം, 7 പ്രാവശ്യം, 9 പ്രാവശ്യം, 11 പ്രാവശ്യം, 21 പ്രാവശ്യം, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൊല്ലുക. ഇപ്പോൾ 11 പ്രാവശ്യം ഞാൻ ചൊല്ലുമെന്ന് പറഞ്ഞ് ഒരുപാട് ധൃതി പിടിച്ച് അങ്ങനെയൊന്നുമല്ല. ഒരേ ഒരു തവണയാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിലും പൂർണ്ണമായ ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലുക എന്നുള്ളതാണ്. അത് നമ്മൾ ചൊല്ലണം. ചൊല്ലിയതിന് ശേഷം അന്നത്തെ ദിവസം നമുക്ക് വ്രതമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചോളൂ. ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. നോൺ വെജ് കഴിക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ ആ വ്രതം പിറ്റേ ദിവസം ബുധനാഴ്ച രാവിലെ ജലം കുടിച്ച് അവസാനിപ്പിച്ചാൽ മതിയാവും. ഇങ്ങനെ നമ്മൾ 8 ചൊവ്വാഴ്ചകളിലും ഈ രീതിയിൽ വേണം വ്രതമെടുക്കാൻ. ഈ രീതിയിൽ നമ്മൾ വ്രതമെടുക്കുമ്പം നമ്മൾ ഹനുമാൻ ചാലിസ ചൊല്ലിയതിനോടൊപ്പം രാമായണത്തിലെ സുന്ദരകാന്ഡം കൂടി പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യണം ഈ ഒരു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. അതും വളരെയധികം ശ്രേഷ്ഠമാണ്. അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ എല്ലാ ദിവസവും 108 പ്രാവശ്യം, അതായത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 8 ചൊവ്വാഴ്ചകളിലും 108 പ്രാവശ്യം രാമ എന്നുള്ള മന്ത്രം, ഒരു നോട്ട്ബുക്ക് പുതിയത് വാങ്ങിക്കാം, അല്ലെങ്കിൽ A4 ഷീറ്റ് പേപ്പർ മേടിച്ചിട്ട് അതിൽ രാമ എന്നുള്ളത് 108 പ്രാവശ്യം നമുക്ക് എഴുതാവുന്നതാണ്. ഒന്നെങ്കിൽ 108 പ്രാവശ്യം, അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ കംപ്ലീറ്റ്, ഒരു പേപ്പറിന് 2 വശം ഉണ്ടല്ലോ, അതിലൊരു വശം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. എല്ലാ ദിവസവും വേണ്ട, ഈ 8 ആഴ്ചകളിൽ. അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം ഈ 8 ചൊവ്വാഴ്ചകളിലും വീടിനടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശിച്ചിട്ട് ഭഗവാന് എല്ലാ ചൊവ്വാഴ്ചകളിലും 11, 21, 54, 108 ഈ എണ്ണത്തിൽ വെറ്റില മാല ചാർത്താം. അല്ലെങ്കിൽ നമുക്ക് ഗ്രാമ്പൂ മാല ചാർത്താം. അങ്ങനെ അല്ലെങ്കിൽ ആലില കൊണ്ടോ അല്ലെങ്കിൽ എരിക്കിൻ്റെ ഇലകൾ കൊണ്ടോ ഉള്ള മാലകൾ ചാർത്താം. നമുക്ക് എന്താണോ അവൈലബിലിറ്റി അത് ചാർത്തുക എന്നുള്ളതാണ്. അപ്പം ഈ 8 ചൊവ്വാഴ്ചകളിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ പോകുമ്പം ഭഗവാന് സിന്ദൂരം അത് വാങ്ങിച്ചു കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതുമാണ്. ഇത് നമുക്ക് വളരെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. ഒരുപാടൊന്നുമില്ല,
ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ചൊവ്വാഴ്ചകളിലും സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നമ്മൾ ഭഗവാന് മുൻപിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെച്ച് ഈ ഒരു ഹനുമാൻ ചാലിസ, രാമനാമം, ഒപ്പം തന്നെ രാമനാമം എഴുതുന്നത്, മാല ചാർത്തുന്നതൊക്കെ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് വീടിനടുത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമില്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുൻപിലും ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ആ കിഴി കെട്ടി വെച്ചത് 8 ആഴ്ചയും നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊള്ളട്ടെ. 8ാമത്തെ ആഴ്ച, അവസാനത്തെ ചൊവ്വാഴ്ച നമുക്കത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം. ഇനി വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ആദ്യത്തെ ദിവസമാണെങ്കിൽ നമ്മൾക്കിത് കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ്. ഒരേ ഒരു പ്രാവശ്യം മാത്രം ഇത് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആദ്യം തന്നെ ചെയ്യണമെന്നില്ല. 1ാമത്തെയോ 2ാമത്തെയോ 3ാമത്തെയോ അല്ലെങ്കിൽ 8ാമത്തെയോ ചൊവ്വാഴ്ച മാത്രം ചെയ്താൽ മതി. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യേണ്ടതില്ല, ഒരേ ഒരു ചൊവ്വാഴ്ച മാത്രം ചെയ്താൽ മതിയാവും. ഇനി അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു സങ്കല്പം പോലെ വെച്ചിട്ട് നാളെ മുതൽ ഈ ഒരു 8ാമത്തെ ചൊവ്വാഴ്ച വരെ തുടർച്ചയായി എല്ലാ ദിവസവും ഒരു പ്രാവശ്യം വെച്ച് ഹനുമാൻ ചാലിസ ജപിക്കുക എന്നുള്ളതാണ്. അതും നമ്മൾ ഭഗവാന് മുൻപിൽ വെക്കുന്ന ഒരു സങ്കല്പമാണ്. ഞാൻ ബഡാ മംഗൾവാർ തുടങ്ങുന്ന ആ ഒരു 1ാമത്തെ ചൊവ്വാഴ്ച മുതൽ അവസാനത്തെ ചൊവ്വാഴ്ച വരെ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം വെച്ച് ഹനുമാൻ ചാലിസ ജപിച്ചു കൊള്ളാം. ഇനി 11 പ്രാവശ്യം ജപിക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായും 11 പ്രാവശ്യം ജപിക്കാവുന്നതുമാണ്. ഇനി അതേപോലെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള മറ്റൊരു കാര്യം, നിങ്ങളുടെ എന്താഗ്രഹവും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നടന്നു കിട്ടുന്ന ഒരു പരിഹാരമാണിത്. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി 108 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക. ഈ 8 ചൊവ്വാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച മാത്രമായിട്ട് ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ ഓരോ ചൊവ്വാഴ്ചയും ഇത്ര കണക്ക്, ചിലപ്പം നമുക്ക് ഒറ്റയടിക്ക് 108 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ആദ്യത്തെ ചൊവ്വാഴ്ച ഒരു 10 പ്രാവശ്യമോ 20 പ്രാവശ്യമോ, 2ാമത്തെ ചൊവ്വാഴ്ച ഒരു 10 പ്രാവശ്യമോ, അങ്ങനെ 8 ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഒരു 108 പ്രദക്ഷിണം എന്നുള്ള രീതിയിൽ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ചാലും നമ്മൾ ഭഗവാനോട് എന്താണോ പറയുന്നത് അത് നമുക്ക് ഭഗവാൻ സാധിച്ചു തരും. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പം, പീരിയഡ്സ് വരുമ്പം ആ ദിവസങ്ങൾ നമ്മൾ കണക്ക് കൂട്ടുകയേ വേണ്ട. നമ്മൾ എവിടം കൊണ്ട് അവസാനിപ്പിച്ചു അവിടം കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും കൗണ്ട് ചെയ്ത് തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ്. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള, പെട്ടെന്ന് ഫലങ്ങൾ തരുന്ന, വളരെയധികം അപൂർവമായിട്ടുള്ള ഒരു മംഗൾവാറാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും അമൂല്യമായിട്ടുള്ള 8 ചൊവ്വാഴ്ചകൾ നമുക്ക് ഒന്നിച്ച് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ ആരും തന്നെ ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും ഈ ചൊവ്വാഴ്ചകളെ കഴിവതും, നിങ്ങൾക്കിപ്പം 8 ചൊവ്വാഴ്ചകളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ചൊവ്വാഴ്ചയെങ്കിലും ഭഗവാന് വേണ്ടി മാറ്റി പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതം തന്നെ ഭഗവാൻ മാറ്റിത്തരും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.